പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റെയിൻസിന് റോക്ക് കൊടുത്ത ഒരു മറുപടിയെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ റോമൻ റെയിൻസ് പഴയ ബിഗ് ഡോഗ് ക്യാരക്ടറിലേക്ക് തിരികെ പോകാനുള്ള ഏക വഴി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സാക്ഷാൽ ദി റോക്ക് റോമൻ റെയിൻസിന് കൊടുത്ത മറുപടിയെ സംബന്ധിച്ചാണ്. റസൽമേനിയ 40 കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസിൻ്റെ ഓരോ അപ്ഡേറ്റും അറിയാൻ വേണ്ടി ആരാധകർ ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവർക്കുള്ള ഒരു അപ്ഡേറ്റ് എന്നോണമാണ് 2 ദിവസം മുൻപ് റോമൻ റെയിൻസ് ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടത്. അദ്ദേഹം ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്ന വാമപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത്. റസൽമേനിയ 40 താൻ പരാജയപ്പെട്ടു, ഇനി തിരിച്ചുവരവിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു, Day 1 ആണ് ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് റോമൻ റെയിൻസ് കുറച്ച് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ വൈറലായി മാറുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും കൂടി അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് താഴെ റോക്ക് കമൻറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. റോക്ക് പറയുന്നത് ആ ഒരു ജിമ്മ് തനിക്ക് അറിയാമെന്നും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് വാക്കുകൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ കുറിക്കുകയുണ്ടായി. അപ്പോൾ റോമൻ റെയിൻസിനെ നിലവിൽ റോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസ് തിരികെ വരാൻ വേണ്ടി റോക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് ബ്ലഡ് ലൈനിലെ ഒരു മെമ്പർ എന്ന നിലയിൽ തന്നെ റോക്ക് ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവിടെ റോക്ക് ഉദ്ദേശിക്കുന്നത്. ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ തന്നെയായിരിക്കും റോമൻ റെയിൻസ് തിരികെ വരിക എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസ് റോക്ക് തുടങ്ങിയവർക്കിടയിൽ നിലവിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതും നമുക്ക് റോക്ക് ഇത്തരത്തിലുള്ള ഒരു മറുപടി കൊടുക്കുന്നതിലൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. റോക്കാണെങ്കിൽ നിലവിലെ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ബോസ് എന്ന് പറയുന്ന റൺ അവസാനിപ്പിച്ചുകൊണ്ട് ഹോളിവുഡിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. അത് അദ്ദേഹം റോയിൽ വളരെ കൃത്യമായി പറഞ്ഞു. ഇനി റോക്ക് തിരികെ വന്നാൽ കോഡി റോഡ്സിനെതിരെയായിരിക്കും ആദ്യ സ്റ്റോറി എന്നുള്ളതും റോക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു മത്സരവും ഇനി വരുന്ന വർഷങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. റോക്കിൻ്റെ ഈ ഒരു റിട്ടേൺ മികച്ച ഒരു റിട്ടേൺ തന്നെയായിരുന്നു. മികച്ച രീതിയിൽ അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റോക്കിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് WWE നിലവിൽ ഈ ഒരു വർഷത്തിൽ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കാരണം. അത് റേറ്റിംഗ്സിലായാലും മെർച്ചൻഡൈസിലായാലും ടിക്കറ്റ് സെയിൽസിലായാലും എന്ത് തന്നെയായാലും റോക്കിൻ്റെ റിട്ടേൺ WWE നല്ല രീതിയിൽ ലാഭത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിൽ ട്രൈബൽ ചീഫ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന റോമൻ റെയിൻസിന് ബിഗ് ഡോഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ് ക്യാരക്ടറിലേക്ക് തിരികെ പോകാനുള്ള ഏക വഴിയെ സംബന്ധിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്, റോമൻ റെയിൻസ് തന്നെ തുടക്കം കുറിച്ച ഗ്രൂപ്പ് റോമൻ റെയിൻസിനെതിരെ ഒന്നടങ്കം തിരിഞ്ഞാൽ അത് റോമൻ റെയിൻസിൻ്റെ ബിഗ് ഡോഗ് ക്യാരക്ടറിലേക്കുള്ള ഒരു തിരിച്ചറിവിൻ്റെ വഴിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് റോമൻ റെയിൻസിനെ സോളോ സിക്കോവ അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ള ബ്ലഡ് ലൈനിലെ താരങ്ങളെല്ലാം ചേർന്ന് ബ്രൂട്ടലായി ആക്രമിക്കുന്നു. പിന്നീട് 1-2 മാസങ്ങൾക്ക് ശേഷം ഇവർക്കെതിരെയുള്ള ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി റോമൻ റെയിൻസ് തിരികെ വരുമ്പോൾ അദ്ദേഹം ആ ഒരു ബിഗ് ഡോഗ് ക്യാരക്ടറിൽ തിരികെ വരിക. അപ്പോൾ അതായിരിക്കും ഇനി റോമൻ റെയിൻസിന് ബിഗ് ഡോഗ് ക്യാരക്ടറിലേക്ക് പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. അല്ലാതെ വില്ലനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിഗ് ഡോഗ് ക്യാരക്ടറിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് റോമൻ റെയിൻസിൻ്റെ ബിഗ് ഡോഗ് ക്യാരക്ടറാണോ അതോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രൈബൽ ചീഫ് ക്യാരക്ടറാണോ കൂടുതൽ കാണാൻ താല്പര്യം? അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ ഇനി എന്ത് സ്റ്റോറി ലൈനാണ് റോമൻ റെയിൻസിന് ബാക്കിയുള്ളത്? കോഡി റോഡ്സിനെതിരെയുള്ള ഒരു റീമാച്ച് മാറ്റി നിർത്തിയാൽ, റോക്കിനെതിരെയുള്ള ഒരു മത്സരം മാറ്റി നിർത്തിയാൽ പിന്നീട് ആർക്കെതിരെ റോമൻ റെയിൻസിൻ്റെ സ്റ്റോറി ലൈൻ ചെയ്യാൻ സാധിക്കും? അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.